ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 26 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. വിദ്വജ്ജനങ്ങളാൽ, വിദ്വാൻമാരാൽ പൂജിക്കപ്പെടുന്നവനാര്? സ്വഭാവതഃ വിനീതൻ, സർവദാ വിനീതൻ, എപ്പോഴും സ്വഭാവത്താൽ തന്നെ വിനീതനായവൻ വിദ്വാൻമാരാൽ പൂജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് കക്കുലകമലദിനേശ സതിഗുണവിഭവേപിയോ നമ്രഃ കസ്യ വശേ ജഗദേതദ് പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. കക്കുലകമലദിനേശ സതിഗുണവിഭവേപിയോ നമ്രഃ കസ്യ വശേ ജഗദേതദ് പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. കഹ കുലകമലദിനേശഃ. കുലകമലദിനേശൻ ആരാണ്? കുലം എന്നുള്ളത് സാമാന്യമായി ലൗകികമായ അർത്ഥത്തിൽ പ്രത്യേകതരം തൊഴിൽ ചെയ്ത് പോരുന്ന ഒരു സമാജമാണ് ഒരു കുലമായി തീരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ വ്യാപരിക്കുന്ന സമാന വ്യാപാരയുക്തരായ ഒരു സമാജം, അതാണ് കുലം. ആ കുലത്തിലെ അംഗങ്ങൾ അതേ തൊഴിൽ ചെയ്ത് കുലത്തൊഴിൽ ചെയ്ത് പോരുന്നു. അങ്ങനെ എല്ലാവരും കുലവൃത്തിയിൽ കഴിയുമ്പോൾ മുതിർന്നവരുടെ അരികെ നിന്ന് കണ്ട് ചെറുപ്പത്തിൽ തന്നെ അതത് കുലത്തൊഴിലിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ വളരെ വലിയ വലിയ ശില്പികളും ചിത്രകാരന്മാരും മറ്റ് ആഭരണ നിർമ്മാതാക്കളും എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ സർഗശേഷികൾ ആവശ്യമുള്ള മേഖലകളിൽ അത്യന്ത പ്രഗത്ഭന്മാർ രൂപപ്പെട്ടത് ഈ കുലവ്യവസ്ഥ കൊണ്ടാണ്. കാരണം കൊച്ചുനാളിലേ അച്ഛൻ്റെ അരികെ നിന്ന് കണ്ട് മനസ്സിലാക്കി അതിനെ പോഷിപ്പിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ കുലത്തൊഴിലുകളുണ്ട്, കുലങ്ങളുണ്ട്. ഇനി കുലം എന്നുള്ളതിന് കുറച്ചുകൂടി ഉയർന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കും ലാതി ഇതി കുലഃ എന്ന് പറയാം. കു ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. ഭൂമി, സമൂഹം. അപ്പോൾ ഭൂമിയെ രക്ഷിക്കുന്നത്, ഈ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കുന്നത് അത് കുലമാണ്. ഈ അർത്ഥത്തിലാണ് കൗളം തുടങ്ങിയ ശബ്ദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കുലമാകുന്ന കമലത്തിന്, താമരയ്ക്ക് ദിനേശനായവൻ. ദിനേശൻ, ദിനത്തിൻ്റെ ഈശൻ സൂര്യൻ. സൂര്യോദയത്തിൽ താമര വിടരുന്നു. അപ്പോൾ താമരയെ വിടർത്തുന്നത്, താമരയ്ക്ക് വിടരാൻ പ്രേരണ കൊടുക്കുന്നത് സൂര്യനാണ്. അഥവാ സൂര്യ സാന്നിധ്യത്തിൽ താമര വിടരുന്നു. അതുപോലെ കുലമാകുന്ന കമലം, അതിനെ വിടർത്തുന്നത് ആര്? ആ ദിനേശൻ ആരാണ്? ഇതാണ് ചോദ്യം. മറുപടി സതി ഗുണവിഭവേ അപി യോ നമ്രഃ. ഗുണങ്ങളും വിഭവങ്ങളും ധാരാളമുണ്ടായിരിക്കെ തന്നെ നമ്രതയോടൊത്തവൻ. സകല വിഭവങ്ങളുമുണ്ട്. സാമ്പത്തിക ശേഷി, വിദ്യാഭ്യാസപരമായി ഉയർന്ന അവസ്ഥ, അങ്ങേയറ്റത്തെ സമ്പത്ത്, അതിനനുസൃതമായി എല്ലാ മഹിമകളും, ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കെ, സതിവിഭവേ, എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കെ യോ നമ്രഃ, നമ്രനായിരിക്കുന്നവൻ, വിനയഭാവത്തോടൊത്തവൻ, വിനീതഭാവത്തോടൊത്തവൻ, അയാളാണ് കുലമാകുന്ന കമലത്തിനെ വിടർത്തുന്നത്. താത്പര്യം എല്ലാതരം സമ്പദ് ഐശ്വര്യങ്ങളും ഉണ്ടാകണം, വിഭവങ്ങൾ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അത്തരം വിഭവങ്ങൾ ഉള്ള അവസ്ഥയിലും
വിനയഭാവം, നമ്രത കൈമുതലായി വേണം. അങ്ങനെയുള്ള മഹാന്മാരാണ് ഓരോ കുലത്തിൻ്റെയും പ്രസിദ്ധിയെ വർദ്ധിപ്പിക്കുന്നത്, കുലത്തെ നിലനിർത്തുന്നത്, കുലത്തെ വികസിതമാക്കി തീർക്കുന്നത്. അതുപോലെ അടുത്ത ചോദ്യം, കസ്യവശേ ജഗതേതത്? ഈ ജഗത്ത് ആരുടെ വശത്തിലാണ്? ആരാണ് ഈ ജഗത്തിനെ വശീകരിക്കുന്നത്? മറുപടി, പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. പ്രിയവും ഹിതവുമായ വാക്ക് പറയുന്ന ആൾ, ധർമ്മനിരതനായ ആൾ, ഇങ്ങനെയുള്ള ആളുടെ വശത്തിലാണ് ഈ ജഗത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ പ്രിയമായി സംസാരിക്കുക പോരാ, ആ പറയുന്നത് ഹിതവുമായിരിക്കുക. അങ്ങനെ പ്രിയഹിതം സംസാരിക്കുകയും ധർമ്മനിരതനായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വശത്തിലായിരിക്കും ജഗത്ത്. വാസ്തവത്തിൽ ഈ ആശയം ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞു പല പ്രാവശ്യം. ശാങ്കരകൃതികളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്നതാണ് ഈ പ്രശ്നോത്തര രത്നമാലിക. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ആദിശങ്കരാചാര്യസ്വാമികളാണോ ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാനാണ് തോന്നുക. കാരണം ഭാഷയുടെ സൗന്ദര്യ വിഷയം നോക്കിയാലും അതുപോലെ തന്നെ പ്രതിപാദനത്തിൻ്റെ സൗന്ദര്യമുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ തന്നെ പല ആവർത്തനങ്ങൾ വരുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ്റെ രചനയിൽ അങ്ങനെ ആവർത്തനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക വശ്യമായ സൗന്ദര്യമാണ്. മാത്രമല്ല ഇനി വേറെയും ചില കാരണങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാനുണ്ട്. അത് യഥാസമയം പറയാം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശങ്കരകൃതികളെന്ന് പറയുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. കാരണം ഭഗവാൻ ഭാഷ്യകാരന് ആദിശങ്കരാചാര്യ ഭഗവത്പാദങ്ങൾക്ക് ശേഷം 4 മഠങ്ങളിലുമായിട്ട് മഠാന്യായമനുസരിച്ച് സംസ്ഥാപിതമായ മഠങ്ങളിൽ തന്നെ എത്ര ദശം ശങ്കരാചാര്യന്മാർ വന്നു. അപ്പോൾ 4 മഠങ്ങളിലും കൂടി എത്ര ശതം ശങ്കരാചാര്യന്മാരുണ്ട്. അവരെല്ലാം ഉപാസകന്മാരും തത്വജ്ഞാനികളും പരാഭക്തന്മാരും പരമജ്ഞാനികളും ഒക്കെയായ ശങ്കരാചാര്യന്മാർ ആ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ശാങ്കരകൃതികളെന്ന് പറയപ്പെടുന്ന പലതും അത്തരം ശങ്കരാചാര്യന്മാരുടെ സംഭാവനകളും അതിൽ കണ്ടേക്കാം. കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ടാവാം, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലിരുന്ന് ശാങ്കരകൃതികളെ പരിഗണിക്കുന്ന നമുക്ക് ആശാസ്യമായിട്ടുള്ളത് തലമുറകളായി ശാങ്കരകൃതികളെന്ന് പറയപ്പെടുന്നതിനെ അപ്രകാരം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലമുറകളായി ഇതൊക്കെ ശാങ്കരകൃതികളാണ് എന്ന് പറഞ്ഞ് പോന്നിട്ടുള്ളതിനെ നമുക്ക് അപ്രകാരം സ്വീകരിക്കാം. അവയിലുള്ള ഏതെങ്കിലും ആശയം ഭാഷ്യത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ ഒക്കില്ല. കാരണം ഭഗവാൻ ഭാഷ്യകാരനെ പ്രഥമമായി നമ്മൾ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ്, പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ. അപ്പോൾ ഭാഷ്യവിരുദ്ധമായിട്ടൊരാശയം കണ്ടാൽ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇതിൽ വിരുദ്ധതയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ രചനാ ശൈലി നോക്കിയാലും പ്രതിപാദ്യ വിഷയങ്ങളെ നോക്കിയാലും പ്രതിപാദന രീതിയെ നോക്കിയാലും തീർച്ചയായിട്ടും പിന്നീട് വന്ന ഏതെങ്കിലും ശങ്കരാചാര്യന്മാരൊക്കെ ആയിരിക്കാം എഴുതിയിട്ടുണ്ടാവുക. ഇപ്രകാരം ഊഹിക്കുന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അവ നമുക്ക് യഥാസമയം ചിന്തിക്കാം. ഏതായാലും ഇവിടെ പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ ആരുടെ വശത്തിലാണ്? പ്രിയഹിത വചനം ചെയ്യുന്ന ആളുടെ ധർമ്മനിരതൻ്റെ, ധർമ്മത്തിൽ തന്നെ നിതരാം പൂർണ്ണമായി താത്പര്യത്തോടൊത്തവൻ, സദാ ധർമ്മപാലനം ചെയ്യുന്നവൻ, അങ്ങനെ ആളുടെ വശമാണ് ഈ ലോകം. ഇത് ആവർത്തനമാണ്. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.